നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിധി പകർപ്പ് വിശദമായി ഒന്ന് വായിച്ചു നോക്കുക. ആ വിധി പകർപ്പിൽ കോടതിക്ക് പോലും ആശയക്കുഴപ്പമുണ്ടായിരുന്നോ, അന്തിമ തീരുമാനം എന്താവണമെന്ന കാര്യത്തിൽ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ച കേസ് വളരെ ഗുരുതരമായ ഒന്നായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ സഹായം തേടിയെത്തിയ ഒരു യുവതിയെ, അത് ഭർത്താവുമായി ഭിന്നതയുണ്ടായിരുന്ന ഒരു യുവതിയെ മോഹിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി അവരുടെ നഗ്നചിത്രമെടുത്ത് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ബലാത്സംഗം ചെയ്ത് പലതവണ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്ത് ഒടുവിൽ അവർക്കൊരു കുഞ്ഞ് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ക്രൂരമായി ഗർഭചിത്രം നടത്തി കൊന്നുകളഞ്ഞു എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പിന്നെ ബലാത്സംഗമായിരുന്നു. ബലാത്സംഗം എന്നത് നടന്നോ നടന്നില്ലയോ എന്ന കാര്യത്തിൽ കോടതിക്ക് പോലും സംശയമുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു ബന്ധം എന്ന വാദം കോടതി ഒരു പരിധിവരെ അംഗീകരിക്കുന്നു. എന്നാൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പുലർത്തേണ്ട ജാഗ്രത കുറവ് അതിന് നിസ്സാരമായ ഒരു സമ്മതബന്ധം എന്ന തരത്തിൽ മാത്രം ലളിതവൽക്കരിക്കേണ്ടതില്ല എന്ന് കോടതി പറയുന്നു. വിധിയിലെ 12ാമത്തെ പാരഗ്രാഫ് മുതൽ ഈ ബലാത്സംഗ ആരോപണത്തെ കോടതി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന സൂചന കാണാം. The main allegations as against the petition is not that the petitioner had entered into a sexual relationship with the victim by giving a false promise of marriage as one under section 69 of the Bharatiya Nyaya Samhita, but it is on under section 64 of the Bharatiya Nyaya Samhita alleging rape. There is allegations that petitioner had committed rape against her will and without her consent, and that too repeatedly, including rape on her knowledge that victim is pregnant. The learned counsel for the petition vehemently argued that there can be no promise of marriage with a lady who is already married, and the relationship between the two is purely consensual. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഒരു വിവാഹിതയായ ഒരു യുവതിയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും എന്നാണ് ചോദ്യം. സമ്മതപ്രകാരമാണ്. The learned counsel passed his argument stating that even the statement given by the victim reveals that relationship between the two was a romantic relationship. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ബന്ധമായിരുന്നു. It is discernible from the statement given by the victim that initially the relationship was romantic relationship and that she fell in the relationship when he invited her to his life for long relationship, and the sexual relationship initially was with her consent. അത് കൺസെന്റോടു കൂടി തന്നെയാണ് ഇത് ബന്ധം നടന്നത്. എന്നാൽ പിന്നീട് അവർ നിർബന്ധിതരായി എന്ന് പറഞ്ഞ് കോടതി ബലാത്സംഗം എന്ന എലമെന്റിന്റെ കുറേ ഭാഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതൊരു പൂർണ്ണമായ ബലാത്സംഗമാണ് എന്ന് വെച്ചാൽ നഗ്നചിത്രം കാണിച്ച് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളെ പൂർണ്ണമായും സമ്മതമില്ലാതെ ബലാത്സംഗം നടത്തി എന്ന് കോടതി പോലും അംഗീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ പരാതി കൊടുക്കാനായിട്ടുള്ള കാരണം ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്ന സമ്മർദ്ദമാണെന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 13ാമത്തെ പാരഗ്രാഫിൽ അക്കോർഡിംഗ് ദ പെറ്റീഷണർ the whole story narrated by the victim is false and she was forced to lodge a complaint, and the instance of it is submitted by the learned counsel for the petition that even during the relationship between the petitioner and the victim, the petitioner was told by the de facto complainant that she got pressure from to give a complaint, and she was reluctant to give the complaint, expecting that their relationship would go smoothly. പിന്നെ അവർ നമ്മൾ വോയിസ് മെസ്സേജിനെ കുറിച്ചൊക്കെ കോടതി പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും ബലാത്സംഗമല്ല എന്ന് പറയാൻ കഴിയില്ല. ബലാത്സംഗം നടന്നിട്ടുണ്ട്. എന്നാൽ ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ബന്ധം വഷളായതിനു ശേഷമാണ് ഇങ്ങനെയൊരു കംപ്ലൈന്റ് ഉണ്ടായതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 23ാമത്തെ പാരഗ്രാഫിൽ കോടതി പറയുന്നു, പൂർണ്ണമായും ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമില്ല. ദ കോർട്ട് ഈസ് നോട്ട് അൺമൈൻഡ്ഫുൾ. ശ്രദ്ധിച്ചു കേൾക്കണം. ദ കോർട്ട് ഈസ് നോട്ട് അൺമൈൻഡ്ഫുൾ ഓഫ് ദി ഫാക്ട് ദാറ്റ് frivolity in prosecution is also a factor to be considered, and that it is essential to see whether the complaint is raised only to harass or humiliate the petitioner. പെറ്റീഷണറെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഹരാസ് ചെയ്യാനും ഹ്യൂമിലിയേറ്റ് ചെയ്യാനും വേണ്ടിയുള്ള പരാതിയാണെന്നുള്ള ആരോപണം പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് പെർസ്യൂയിങ് എലക്ഷൻ ആൻഡ് ഇൻ വ്യൂ ഓഫ് ദി ഫാക്ട് ദാറ്റ് ദ പെറ്റീഷണർ ബീയിങ് എ പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതുകൊണ്ടും ഈ പരാതിക്കാരൻ, അതായത് അക്യൂസ്ഡ്, അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായതുകൊണ്ടും ലോഡ്ജിങ് ദ കംപ്ലൈന്റ് ടു ഇഗ്നൈറ്റ് എ കോൺട്രോവേഴ്സി കനോട്ട് ബി റൂൾഡ് ഔട്ട്. ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത് ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ആരോപണം പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. കോടതിയുടെ നിഗമനമാണ്. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ദിസ് കോർട്ട് ഈസ് നോട്ട് ഒബ്വിയസ് ഓഫ് ദ സിനേറിയോ ഓഫ് ബാക്ക്ഡ്രോപ്പ് upon which the complaint is initiated after a considerable delay.
ഇങ്ങനൊരു ബലാത്സംഗവും ഗർഭഛിദ്രവും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പരാതി കൊടുക്കാതെ ഇത്രയും കാലം നീണ്ടതുപോലും ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സൂചനയായി തന്നെയാണ് കോടതി കാണുന്നത്. However, in view of the material placed by the prosecution, prima facie show that involvement of the petitioner in the offence alleged appears that the exceptional jurisdiction to grant a pre-arrest bail cannot be invoked in this case. ഇതൊക്കെയാണെങ്കിലും പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റകൃത്യം നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം നിഷേധിക്കുന്നത്. എന്ന് വെച്ചാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്ന കാര്യത്തിൽ കോടതിക്ക് ഒരു പൂർണ്ണ ഉറപ്പില്ല, കോടതി അത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഗർഭഛിദ്രം നടന്നിരിക്കുന്നു എന്നത് നിയമവിരുദ്ധമായാണ്. നമ്മൾക്ക് ആദ്യം മുതൽ പറഞ്ഞിരുന്ന കാര്യമാണ്. അത് പ്രതിരോധിക്കാൻ വേണ്ടി സമ്മതപ്രകാരമാണ് ഇരയെ ആവശ്യപ്പെട്ടിട്ടാണ് ഗുളിക കൊടുത്തത് എന്നൊക്കെ തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടതുപോലും ആത്മഹത്യാ ഭീഷണി അടക്കമുള്ള അതിശക്തമായ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് തെളിയിക്കാൻ കഴിഞ്ഞു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വിനയായി മാറിയത്. അതായത് നമ്മുടെ ബിനീഷ് കോടിയേരിമാർ പറയുന്നത് പോലെ ഒരു ലൈംഗിക വേട്ടക്കാരൻ ഒരു പെണ്ണിനെ കണ്ട ഉടനെ തട്ടിയെടുത്ത് നഗ്നചിത്രമെടുത്ത് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി ആനന്ദം കൊണ്ടു എന്ന് കോടതി പറയുന്നില്ല. കോടതി പറയുന്നത് ഇവിടെ ആ പെൺകുട്ടിയുടെ സാഹചര്യത്തിൽ അവളുമായുള്ള ശാരീരിക ബന്ധത്തിൽ സമ്മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൽ ഒരു നിയമവിരുദ്ധ പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഗൗരവമായ കുറ്റകൃത്യം ഗർഭഛിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തി എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കുന്നു, ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്നു. ഇത് പറഞ്ഞാണ് ജാമ്യം നിഷേധിക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കേസിൽ ഒരു അഡ്മിഷൻ സംഭവിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഞാൻ രാഹുലുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞത്, രാഹുൽ നുണ പറയണ്ട, സത്യസന്ധത പുലർത്താം. ഈ വിവാദങ്ങളുടെ ഒരു പോയിന്റിൽ കുറ്റസമ്മതം നടത്തേണ്ടി വരും. ഞാനും ആ സ്ത്രീയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു, ആ പ്രണയത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി കാണും, എന്നാൽ അതെങ്ങനെയാവുമെന്ന് കരുതിയില്ല എന്ന് പറയുമ്പോൾ ബന്ധം തന്നെ നിഷേധിക്കേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു. പക്ഷേ അത് ഇവിടെ വലിയ കുഴപ്പമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കോടതിയുടെ മുമ്പിൽ വലിയൊരു കടമ്പ ഇല്ലാതായി. ഇയാൾ ബന്ധം സംബന്ധിച്ചിരിക്കുന്നു, ശാരീരിക ബന്ധം സംബന്ധിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ശാരീരിക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ ആ സമ്മതമുള്ളത് കൊണ്ട് തന്നെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി രാഹുലാണ് എന്ന നിഗമനത്തിലെത്തേണ്ടി വരും. ഈ അഡ്മിഷൻ വലിയ കുഴപ്പം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഭർത്താവുമായി ഭിന്നത ഉള്ളപ്പോഴാണ് അവർ തമ്മിൽ പരിചയപ്പെട്ടത് എന്ന് പോലും ഈ ബെയിൽ ആപ്ലിക്കേഷന് പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ബെയിൽ ആപ്ലിക്കേഷൻ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധിയെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കണ്ടു എന്ന പ്രോസിക്യൂഷന്റെ വാദം അവിടെ ശരിയാവുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായത് ഒരുപക്ഷെ രാഹുൽ കൂടുതൽ സത്യസന്ധത കാണിക്കാൻ ശ്രമിച്ചത് വിനയായി കാണും. മാത്രമല്ല ഇവർ തമ്മിൽ വിവാഹിതരായി 4 ദിവസം മാത്രമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ എന്ന വാദം അത് പൂർണ്ണമായും പൊളിക്കാൻ രാഹുലിന് സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ പിന്നീട് പല തെളിവുകളും പുറത്തു വന്നിരുന്നു, പല പരിപാടികളിലും ഇവർ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ ജനുവരിയിൽ പങ്കെടുത്തൊരു പരിപാടിയെക്കുറിച്ചുള്ള സൂചനയാണ് വാസ്തവത്തിൽ സന്ദീപ് വാര്യർക്ക് വിനയായി മാറിയത്. ഗർഭഛിദ്ര ആരോപണം തെളിയിക്കാൻ ഒരു ഡോക്ടറുടെ മൊഴിയും കാരണമായി. ഡോക്ടർ ഗർഭഛിദ്രത്തിന് ശേഷം ഈ പെൺകുട്ടിയെ ചികിത്സിച്ചെന്നും ഗർഭഛിദ്രത്തിന്റെ കുഴപ്പങ്ങൾ പെൺകുട്ടിക്കുണ്ടായിരുന്നു എന്നും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഈ കേസിൽ ആ പെൺകുട്ടിക്ക് അനുകൂലവും രാഹുലിന് എതിരുമായി മാറി. ഗർഭഛിദ്ര ഗുളിക കഴിച്ചിരുന്ന ദിവസങ്ങളിൽ ഈ യുവതി ജോലിയിലുണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളൊന്നും വേണ്ട അവധാനതയോടെ തെളിയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചില്ല. ഇത്തരം ഒരുപാട് വീഴ്ചകളും പരിമിതികളും ഈ കേസിലുണ്ടായി. അമിതമായ ആത്മവിശ്വാസം രാഹുലിനെ കുഴപ്പത്തിൽ ചാടിച്ചു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് എന്ന് സമ്മതിച്ചാൽ ഈ സമൂഹം അംഗീകരിക്കുമെന്ന ആത്മവിശ്വാസമാണ് രാഹുലിനെ വാസ്തവത്തിൽ കുഴപ്പത്തിൽ ചാടിച്ചത്.